എന്നത്തെയും പോലെ കാശിമോൻ എൻ്റെ കൂടെ തന്നെ അത് രാവിലെ എണീറ്റിരിപ്പുണ്ട്. ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും എണീക്കാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തൽക്കാലം ഞാനൊരു വാട്ടർ ബോട്ടിലൊക്കെ കയ്യിൽ കൊടുത്ത് കാശിമോനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ സമ്മർ തുടങ്ങിയതിന് ശേഷം 2 പേരും നിലത്ത് പാവിരിച്ചിട്ടാണ് കിടക്കാറുള്ളത്. നല്ല ചൂടല്ലേ ഗെയ്സ്. അതിനുശേഷം കാശീനെ ഞാൻ താഴെ ഏൽപ്പിച്ചിട്ട് വേഗത്തിൽ വന്നു വാഷ്റൂമിലോട്ടേക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പിന്നെ എനിക്ക് ബ്രഷ് ചെയ്യാനൊരു ടൈം കിട്ടാറില്ല. അതുകൊണ്ട് വേഗത്തിൽ തന്നെ തകൃതിയായിട്ട് ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. ഇതിപ്പം റീസെൻ്റായിട്ട് ഞാൻ തുടങ്ങിയ ഒരു റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എൻ്റെ മുഖത്തെ പിമ്പിൾസ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റണില്ലേ ഗൈസ്? അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനതുകൊണ്ട് രാവിലെ കുറച്ച് എംപ്റ്റി സ്റ്റൊമക്കിൽ കുറച്ച് നോർമൽ വാട്ടർ കുടിക്കാറുണ്ട്. എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. കാരണം പല രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തു, എനിക്ക് വലിയ രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ വേഗത്തിൽ ക്ലീനിങ് തുടങ്ങി. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അടിച്ചുവാരലിലൂടെയാണ്. ഞാൻ ആദ്യം തുടങ്ങിയത് ബാൽക്കണിയിൽ നിന്നാണ്. കാരണം ഫ്രണ്ടിൽ തന്നെ റോഡായതുകൊണ്ട് നല്ല രീതിയിലുള്ള പൊടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗത്തിൽ തന്നെ അപ്സ്റ്റെയർ ക്ലീൻ ചെയ്തതിന് ശേഷം വേഗത്തിൽ താഴോട്ടേക്ക് പോവുകയാണ്. താഴെയാണെങ്കിൽ കാശി വണ്ടി എടുത്തിട്ട് ആകെ മൊത്തം കുളമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കളിപ്പാട്ടങ്ങളും വാരി വിതറിയിട്ടാണുള്ളത്. അത്യാവശ്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പല രീതിയിൽ കാശിയെ പല സാധനങ്ങൾ കൊടുത്ത് കൺവിൻസ് ചെയ്യിക്കുകയാണ്. കാരണം എനിക്ക് അവിടെ ഒന്ന് അടിച്ചു വാരി തീർക്കണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ അടുക്കി പെറുക്കി വെച്ച് ക്ലീനിങ്ങൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിച്ചുവാരൽ നല്ല രീതിയിലുള്ള ടാസ്ക്കാണ് കാശീനെ വെച്ചിട്ട്. കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് വരും, എല്ലാ കാര്യങ്ങളും വീണ്ടും എടുത്തെറിയും. അതിനുശേഷം ഞാൻ വേഗത്തിൽ മുറ്റം അടിച്ച് വരാൻ വേണ്ടി വന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലകൾ വളരെ കുറവാണ്. അതിനാൽ പൊടി നല്ല രീതിയിലുണ്ടായിരിക്കും. യൂഷ്വലി എനിക്ക് ചെറിയൊരു ഡസ്റ്റ് അലർജി ഉണ്ട്. ഞാൻ വല്ല മാസ്കും ഇട്ടിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. ഇന്ന് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ മാസ്ക് ഇട്ടില്ലെന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ വേഗത്തിൽ അലക്കാൻ തുടങ്ങി. അലക്കൽ ഇതൊരു ഫസ്റ്റ് ട്രിപ്പ് അലക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം വീണ്ടും ഞാൻ അലക്കാറുണ്ട്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. കാശിമോൻ അവിടെ കോനാലയിൽ അച്ഛൻ്റെ കൂടെ കളിക്കുകയാണ്. ആ ഗ്യാപ്പിന് ഞാൻ വേഗത്തിൽ ക്ലീൻ ചെയ്യുകയാണ് ഞാൻ. അല്ലെങ്കിൽ പിന്നെ കാശിമോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലീനിങ് ഒന്നും നടക്കത്തില്ല. അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അങ്ങ് പിടിച്ച് വലിക്കും. അതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ വേഗത്തിൽ ഓടിപ്പാഞ്ഞ് ക്ലീനിങ്ങൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം ഇന്ന് ദോശയായിരുന്നു. വേഗത്തിൽ ഞാൻ ദോശ ചുടാൻ വേണ്ടി പോയി. കാരണം കാശിമോന് വിശന്ന് തുടങ്ങി. ഏകദേശം ഒരു 8-8:30 ആയി കാണും. അങ്ങനെ അവനൊരു മൊരിഞ്ഞ ദോശയാണ് കൂടുതലായിട്ട് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഗീയൊക്കെ ആക്കി അവന് വേഗത്തിൽ ദോശയൊക്കെ എടുത്ത് വെച്ചു. പാരലലി അവന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കട്ടും ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ചൂടുവെള്ളമൊക്കെ എടുത്ത് വെച്ചു. ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ചായ പിന്നെ കുക്കറിൽ ഉച്ചക്കേക്കുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചു. പിന്നെ കാശീനെ ആ കൂട്ടത്തിൽ ബ്രഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ വേഗത്തിൽ ഞാൻ കാശീനെ പോയി ബ്രഷും ചെയ്യിച്ച് മുഖമൊക്കെ കഴുകി വെച്ചു. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ദോശയും ചമ്മന്തിയാണ്. അങ്ങനെ TV ഒക്കെ തുറന്ന് വെച്ച് ആ കൂട്ടത്തിൽ ഞാനും കഴിക്കുകയാണ് ഗൈസ്. ബൈ.